ദിലീപ് അകപ്പെട്ടിട്ടുള്ള നടിയെ ആക്രമിച്ച കേസിലടക്കം ഇതുപോലെ മനസ്സിൽ വലിയ ഒരു ആനപ്പകയോട് കൂടിയ നടന്ന അതിന്റെ ഒരു പ്രത്യാഘാതമാണ്, അങ്ങനെ ചെയ്തതിന്റെ വിഷയമാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ നമ്മളെല്ലാവരും ദിലീപ് എന്ന് പറയുന്ന നടന് നേരെ ഇന്നും അല്ലെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയങ്ങൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ നിരന്തരമായിട്ട് വരുന്നത്. അപ്പോൾ കൂട്ടത്തിൽ പ്രധാനമായിട്ട് ദിലീപിനെതിരെ ആരോപണം ആര് ഉന്നയിക്കുമ്പോഴും മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും തലമൂത്ത നേതൃത്വത്തിലുള്ള നടന്മാർ ആരും തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ദിലീപിനെതിരെ പരസ്യമായിട്ട് സംസാരിക്കുന്നില്ല, സംസാരിച്ചതായിട്ട് ആരും നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ല. അപ്പൊ പ്രധാനപ്പെട്ട വിഷയങ്ങളെ ഓരോന്നായിട്ട് നമ്മുടെ ഈ പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് ചർച്ചയാകുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം താൽക്കാലികമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ സംസാരിക്കുന്ന വിഷയം മാത്രമാണ്, ഇതിലൊന്നും ഒരു സത്യാവസ്ഥ ഇല്ല എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. കൂട്ടത്തിൽ അഖിൽ മാരാരിനെ പോലെയുള്ള ചില ആളുകൾ അവർ